13 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി സമയങ്ങളിൽ വീട്ടിൽ വൈകിയെത്തുന്നതും ആൺ സുഹൃത്തുക്കളുമായുള്ള യാത്രകളും അവളുടെ ലഹരി ഉപയോഗവും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കുന്ന ആരാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യുമല്ലേ? ആലപ്പുഴ കരുവാറ്റയിലെ ശിവൻകുട്ടിയോടുള്ള അവളുടെ പകയ്ക്ക് കാരണം അതായിരുന്നു. ഉറ്റ ബന്ധുവായ വയോധികനെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ കള്ളക്കഥകൾ മെനയുന്ന 13കാരി. കേസിലെ പ്രതികൾക്ക് വെറും കുട്ടികളുടെ മനസ്സല്ല, കൊടും കുറ്റവാളികളുടെ മനോഭാവമാണ്. പ്രതികളും പെൺകുട്ടിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് കേസിൽ നിർണായകമാണ്. 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തെ അനുകരിച്ചായിരുന്നു ആസൂത്രണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ശിവൻകുട്ടിയെ തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനാണ് ആദ്യം നീക്കം നടത്തിയത്. കൊല്ലുന്നതിന് ആഴ്ചകൾക്ക് മുൻപും ശിവൻകുട്ടിയുമായി പെൺകുട്ടി വഴക്കിലേർപ്പെട്ടിരുന്നു. വീടിന്റെ മേൽക്കൂരയിളക്കി മുകളിൽ നിന്ന് കല്ലിട്ട് ശിവൻകുട്ടിയെ കൊല്ലാനായിരുന്നു ആദ്യ പദ്ധതി. നേരിട്ട് കൊല്ലുന്നതിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ മാർഗം തുണയ്ക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഓടിട്ട വീടിന് മച്ചുള്ളതിനാൽ ഇത് ഉപേക്ഷിച്ചു. അവിടെ വെച്ച് തന്നെ പെൺകുട്ടിയുടെ ആസൂത്രണത്തിൽ നിലവിലെ കൊലപാതക രീതി നടപ്പാക്കുകയായിരുന്നു. കൊലയ്ക്കും മോഷണത്തിനുമായി ശൗചാലയത്തിലെ എയർഹോളിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ മെലിഞ്ഞ ശരീരപ്രകൃതക്കാരായതിനാൽ പ്രതികൾക്ക് അനായാസം പറ്റി. 0 സൈസ് ശരീരമുള്ളവരാകും വീട്ടിൽ കയറിയതെന്ന് പോലീസ് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. 2 പേരാണ് ഇത്തരത്തിൽ അകത്ത് പ്രവേശിച്ചത്. കൊലയ്ക്കും മോഷണത്തിനും ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയ ഇവർ ശൗചാലയത്തിലും പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തു തളിച്ചിട്ടുണ്ട്. പെൺകുട്ടി ഇതിനു മുമ്പും സുഹൃത്തിനോട് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിച്ചു. ആൺ സുഹൃത്തുക്കളുമായുള്ള യാത്രകൾ, ലഹരി ഉപയോഗം എന്നിവയെ ശിവൻകുട്ടി എതിർത്തിരുന്നു. കൊലപാതകം നടന്ന ദിവസം പ്രതികളെത്തിയത് രാസലഹരി ഉപയോഗിച്ച ശേഷമാണെന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്കും ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും ലഹരി കൈമാറിയിരുന്നു. കൊലപാതക ദിവസം പ്രതികൾ ബന്ധപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നെന്നും പോലീസ് പറയുന്നു. കൊലപാതകം 13കാരി കണ്ടതും ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ കോളിലൂടെ ആയിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും പെൺകുട്ടി കുറ്റം സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അമ്മയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പ്രതികൾ മുതിർന്നവരെ പോലെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും ഇവർക്ക് യുവനിൽ ആനുകൂല്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.